PS അച്യുതാനന്ദന്റെ ഭൗതികദേഹം അല്പസമയത്തിനകം AKG പഠനഗവേഷണ കേന്ദ്രത്തിലെത്തിക്കും. ഇവിടെ പൊതുദർശനത്തിന് ശേഷം തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് ഭൗതികദേഹം കൊണ്ടുപോകും. വിശദാംശങ്ങളുമായി PS വിനയ ചേരുന്നുണ്ട്. വിനയ, എപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ഇവിടെ എത്തിക്കുക? നേതാക്കന്മാരെല്ലാവരും AKG സെന്ററിൽ എത്തിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? PS അച്യുതാനന്ദന്റെ ഭൗതികദേഹം അല്പസമയത്തിനകം തന്നെ ഈ AKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് എത്തിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ ആശുപത്രിയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയായതിനു ശേഷം മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതിനുശേഷമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇവിടെ വലിയ തോതിൽ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അതിൽ രാഷ്ട്രീയ രംഗത്തുള്ളവരുണ്ട്, CPM നേതാക്കളുണ്ട്, അതോടൊപ്പം തന്നെ സാധാരണക്കാരായ ആളുകളും വലിയ തോതിൽ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, PS അച്യുതാനന്ദൻ ഏറ്റവും കൂടുതൽ ജനപക്ഷത്ത് നിന്നിട്ടുള്ള ജനകീയനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ആയിരുന്നു. കണ്ണേ കരളെ VSA എന്ന് മലയാളികൾ വിളിച്ചിട്ടുള്ളത് PS അച്യുതാനന്ദനെ മാത്രമാണ്. അത്രയധികം അടിത്തട്ടിൽ ജനങ്ങൾക്കൊപ്പം പ്രവർത്തിച്ച് ഉയർന്നു വന്ന കേരളത്തിന്റെ മുഖ്യ പദവിയിലെത്തിയ വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇപ്പോൾ ഇതാ AKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭൗതികദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹനം ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു. ആളുകൾ വിപ്ലവാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഭൗതികദേഹത്തെ AKG ഭവനിലേക്ക് സ്വീകരിക്കുന്നത്. ഇവിടെ അല്പനേരം പൊതുദർശനമുണ്ട്. ഇവിടുത്തെ പൊതുദർശനത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ബാർട്ടൺ ഹില്ലിലുള്ള അദ്ദേഹത്തിന്റെ മകനായ VA അരുൺകുമാറിന്റെ വസതിയിലേക്ക് കൊണ്ടുപോകും. അവിടെ നിന്നാണ് അദ്ദേഹം ആശുപത്രിയിലേക്ക് പോയത്. ഇവിടെയാണ് കുറച്ചു നാളായിട്ട് അദ്ദേഹം താമസിച്ചിരുന്നതും. അതിന് ശേഷം നാളെ രാവിലെ ദർബാർ ഹാളിൽ പൊതുദർശനമുണ്ട്. ദർബാർ ഹാളിലെ പൊതുദർശനത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഭൗതികദേഹം വിലാപയാത്രയായി ദേശീയപാത വഴി ആലപ്പുഴയിലെ അദ്ദേഹത്തിന്റെ വേലിക്കകത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ നാളെ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ആലപ്പുഴയിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ശേഷം മറ്റന്നാൾ അവിടെ പൊതുദർശനമുണ്ട്. ജില്ലാ കമ്മിറ്റി ആസ്ഥാനത്ത് ഉൾപ്പെടെ, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വസതിയിൽ ഉൾപ്പെടെ അവിടെ പൊതുദർശനമുണ്ട്. ആ പൊതുദർശനം പൂർത്തിയാക്കിയ ശേഷം വൈകിട്ടോടെ വലിയ ചുടുകാട്ടിലാണ് അദ്ദേഹത്തിന് അന്ത്യ സംസ്കാരമുള്ളത്. ഇവിടെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ഇപ്പോൾ ഇവിടെ AKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ആംബുലൻസ് പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നിലായി ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം അകത്ത് സജ്ജീകരിച്ചിട്ടുള്ള പൊതുദർശനത്തിന് സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട്. അവിടേക്ക് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം മാറ്റി.